ലെജിൻ, നമ്മുടെ സംസ്ഥാനത്ത് പുതിയ ജില്ലകൾ വരാൻ പോവുകയാണ്. നമ്മുടെ ജില്ലകളിൽ 14 ജില്ലകൾ ഒരുപക്ഷെ 18-20 ആയിട്ട് മാറാനുള്ള സാധ്യതയാണ് വരുന്നത്. പുതിയ ബജറ്റിൽ 2026-27 ബജറ്റിൽ വി.ഡി. സതീശൻ ഇക്കാര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തീർച്ചയായും അത് നടക്കും എന്നാണ് കരുതേണ്ടത്. കാരണം അത്രയേറെ സമ്മർദ്ദം പല കോണുകളിൽ നിന്ന് വരുന്നുണ്ട്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സമ്മർദ്ദം വരുന്നത്. മലപ്പുറത്തു നിന്നുള്ള സമ്മർദ്ദം കുറേ അധികം ശക്തമാണ്. SKSS പോലെയുള്ള സംഘടനകൾ വളരെ ശക്തമായിട്ട് ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൂടാതെ STPI പോലുള്ള സംഘടനകൾ, ജമാഅത്തെ ഇസ്ലാമി, ഇവരൊക്കെ അതിശക്തമായിട്ട് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വിഭജനം എന്നുള്ള ആവശ്യം. മലബാർ സംസ്ഥാനം എന്ന ആവശ്യം വരെ ആ തരത്തിലേക്ക് പോകുന്ന തീവ്ര നിലപാട് വരെ വരുന്നുണ്ട്. മലബാർ സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് തെലങ്കാന മോഡൽ സമരം വേണം, ആത്മഹത്യാ സമരങ്ങൾ വേണം. അപ്പോൾ ഇത് വലിയൊരു ചർച്ചാ വിഷയമായിട്ട് മാറാൻ പോകുന്ന അടുത്ത 5 വർഷം എന്ന് ഏതാണ്ട് ഉറപ്പായി. ആദ്യ ബജറ്റ് തന്നെ കാര്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ വളരെ വലിയ പ്രശ്നങ്ങൾ കിടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലാ വിഭജനമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ ഉള്ളത് മൂവാറ്റുപുഴ ജില്ല എന്ന ആവശ്യമാണ്. അതുകൂടാതെ നെയ്യാറ്റിൻകര ജില്ല. ഇതാണ് പ്രധാനമായിട്ടുള്ള ആവശ്യങ്ങൾ. ഇതുകൂടാതെ പല ആളുകൾ വി.ടി. ബലറാമിനെ പോലുള്ള ആളുകൾ ചില നിർദ്ദേശങ്ങൾ വയ്ക്കുന്നത്. അങ്ങനെ പല ആവശ്യങ്ങൾ പലർക്കുണ്ട്. എങ്കിലും ഈ 3 ജില്ലകളുടെ കാര്യത്തിലാണ് നമ്മുടെ മുമ്പിലുള്ളൊരു പ്രത്യേക പരിഗണന കാര്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ ആയിരിക്കും ഇനി, ഏതൊക്കെ തരത്തിലായിരിക്കും ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ, എങ്ങനെയായിരിക്കും ഇതിനെ നേരിടുക? അതായത് ഇപ്പം UDF സർക്കാരിൻ്റെ, സതീശൻ സർക്കാരിൻ്റെ ഒരു പ്രധാന അജണ്ടയായിട്ട് ജില്ലാ വിഭജനം മാറിയിട്ടുണ്ട്. പുതിയ ജില്ലകളും പുതിയ താലൂക്കുകളും വരുന്ന പറഞ്ഞ് ഭരണത്തിനും ജനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വാദമാണ് പറയുന്നത്. അത് ഈ പറഞ്ഞ തന്നെ കാലങ്ങളായിട്ട് ഇങ്ങനെ ആവശ്യമുണ്ട്. ഇപ്പം പറഞ്ഞ പിന്നെ മലപ്പുറത്ത് നിന്ന് ഘടകകക്ഷികളിൽ തന്നെ ഈ ആവശ്യം വരുന്നുണ്ട്. അതോടൊപ്പം KPCCയുടെ വൈസ് പ്രസിഡന്റാണ് നമ്മുടെ വി.ടി. ബലറാം MLA, തൃത്തല MLA. അദ്ദേഹത്തിൻ്റെ സ്വന്തം അഭിപ്രായം എന്ന രീതിയിൽ നേരത്തെ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് പുതിയൊരു 5 ജില്ലക്കെങ്കിലും സ്കോപ്പ് ഉണ്ടെന്ന രീതിയിലായിരുന്നു ബലറാം പറഞ്ഞത്. അപ്പം അതിൻ്റെ ഒരു പ്രശ്നം എന്തായാലും സർക്കാരിന് മുകളിൽ ഉണ്ടാവും നമുക്കറിയാം. ചിലപ്പോൾ ഒരുപക്ഷെ ഇന്റേണൽ ചർച്ചകൾ, UDF ചർച്ചകളൊക്കെ വന്നിട്ടുണ്ടാവാം. എങ്കിലും എന്തായാലും അത് നടപ്പിലാക്കും, 5 വർഷത്തിൽ നടപ്പിലാക്കുന്നൊരു സൂചന ആദ്യ വശത്ത് തന്നെ നൽകിയിട്ടുണ്ട്. അതൊരു വ്യക്തമായ സന്ദേശമാണ്. കാരണം പിന്നെ ആവശ്യകത പഠിക്കാൻ ഒരു കമ്മീഷനൊക്കെ എന്ന് പറയുമ്പം ആവശ്യകത എന്ന് വരുന്നത് ക്ഷേമ പ്രവർത്തനങ്ങളിലേക്ക് വരുമ്പം അത് ആവശ്യമാണെന്നതിലേക്ക് എത്തും. കാരണം ജനസംഖ്യ കൂടിക്കെട്ടുന്ന സമയത്ത് മലപ്പുറം പോലുള്ള ജില്ലകൾ വിഭജിക്കണം എന്നുള്ള ആവശ്യം അത് ഭരണത്തിന് വേണ്ടിയിട്ടൂടെ ഉപകരിക്കപ്പെടുന്നു പറയുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ബലറാം പറഞ്ഞത് എറണാകുളവും പിന്നെ തൃശ്ശൂരും വിഭജിക്കണം എന്ന് പറയുന്നുണ്ട്. തൃശ്ശൂരും പാലക്കാട് മലപ്പുറവും വിഭജിക്കണമെന്നുണ്ട്. കണ്ണൂരും കോഴിക്കോടിൻ്റെയും ഭാഗങ്ങൾ വിഭജിക്കണമെന്നുണ്ട്. അങ്ങനെ പലതും വരുന്നുണ്ട്. അതുപോലെ തന്നെ കൊല്ലവും തിരുവനന്തപുരം വിഭജിക്കണമെന്ന് നെയ്യാറ്റിൻകരല്ല ഈ പ്രസിഡന്റിലേക്കാണ് ബലറാം പറയുന്നത്. അങ്ങനെ പല ആവശ്യങ്ങളാണ് വരുന്നത്. അവർ മാത്രമല്ല, നമുക്കറിയാം മലപ്പുറത്തിന് ഒരു ഒരു അസിസ്റ്റന്റ് കളക്ടറാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ പല ആൾക്കാർ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. അതെ, അപ്പോൾ അത് എന്തായാലും വേണ്ടി വരുന്നു തോന്നുന്നുണ്ട്. ഇപ്പം പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇത് വരിക, അതിന് എന്താണ് മാനദണ്ഡം വരിക, അതിനെങ്ങനെ മറ്റു കക്ഷികൾ എങ്ങനെ കാണും, മറ്റു രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെ കാണും, ഈ ചർച്ചകളുടെ ഒരു ഇതാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു തിരൂർ ജില്ല, അതാണ് ഇപ്പോൾ വരുന്നൊരു പുതിയൊരു വാദമായിട്ട് വരുന്നത്. തിരൂർ ജില്ല വരുമെന്ന്, അത് മലപ്പുറം മറ്റേ തേഞ്ഞിപ്പാല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗങ്ങളൊക്കെ വരുന്ന ഒരു തിരൂർ ജില്ല വരും, തീരദേശങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ടെന്ന് പറയുന്നുണ്ട്. ഇവിടത്തേക്ക് വരുമ്പോൾ മൂവാറ്റുപുഴയിലേക്ക് ഒരു ജില്ല, ഈ ഭാഗത്തു നിന്നൊരു ജില്ലയോട് പുതുതായിട്ട് വരണം, അപ്പുറം നെയ്യാറ്റിൻകരയിലേക്ക് ഒരു ജില്ല വേണമെന്ന്. ഇതിലെന്തായാലും എനിക്ക് തോന്നി ഒരു ആവശ്യത്തിന് പഠിക്കാൻ വന്നാലും മിനിമം 2 ജില്ലയെങ്കിലും പുതുതായിട്ട് വരാൻ സാധ്യത കാണുന്നുണ്ട്. തിരൂർ എന്തായാലും തിരൂരിൻ്റെ ആ ഒരു ഭാഗം, കോഴിക്കോട് മലപ്പുറം ഭാഗങ്ങൾ, പാലക്കാട് ഭാഗങ്ങളിൽ ചേർന്നിട്ടൊരു ജില്ലയ്ക്ക് സ്കോപ്പ് ഉണ്ട്. അതിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ജനക്ഷേമം അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, അവർക്ക് പ്രവർത്തനങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യം വെച്ചിട്ടാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് വരും. പക്ഷേ അതിന് ഇപ്പം തന്നെ ഈ ഒരു ബജറ്റിൽ പ്രഖ്യാപനം വന്നിട്ട് ഇത് താലൂക്കുകളും വെച്ച് പഠിക്കണം എന്ന ആവശ്യകത പഠിക്കുമെന്ന് പറയുമ്പോൾ തന്നെ അതിനെ മറ്റൊരു നെഗറ്റീവിലേക്ക് അത് പോകുന്നുണ്ട്. മലപ്പുറത്തിന് വേണ്ടിയിട്ട് പിന്നൊരു ജില്ലാ വിഭജനം എന്നൊരു ആംഗിളിലേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ ഒരു ഇതിലേക്കാണ് വന്നത്. മലപ്പുറം എന്നൊരു സാധനം വെക്കുമ്പോൾ ഒരു കമ്മ്യൂണിറ്റിൻ്റെ ലക്ഷ്യം വെച്ചുള്ള പ്രചരണങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഈ പറഞ്ഞ ജനസംഖ്യയാണ് ഒരു വിഷയം എന്നുള്ളത് വരുമ്പം അത് വേണ്ട എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ നേരത്തെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ തന്നെ പിന്നെ മലബാർ സംസ്ഥാനത്തിന് വേണ്ടി ആവശ്യം നമുക്ക് തീവ്ര ഒരാവശ്യത്തിലേക്ക് പോകുന്ന സമയത്ത് അതിനെ മറ്റു തരത്തിലേക്കും വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതാണ് ഇതിൽ ഏറ്റവും ഒരു വെല്ലുവിളി. ഈ സതീശൻ സർക്കാരിന് മുന്നിൽ ഒരു വെല്ലുവിളിയായിട്ട് ഇത് മാറും. കാരണം 5 വർഷം ആകുമ്പോഴേക്ക് ഇതിലൊരു എന്തെങ്കിലും ഒരു ചിത്രം വ്യക്തമാക്കേണ്ടി വരും. ഇപ്പോൾ പറഞ്ഞാൽ ആദ്യത്തെ ഒരു ബജറ്റ് വന്നു, ചിലവാണെങ്കിൽ 1, 2, 3 ബജറ്റെങ്കിലും ഇത് ഇങ്ങനെ ആവർത്തനം ഓരോ പഠനം അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വരും. പക്ഷേ 5-ാം വർഷം ആകുമ്പോഴേക്ക് അതിൻ്റെ വോട്ടിന് വേണ്ടിയിട്ടാണെങ്കിലും അതിൻ്റെ ഒരു പൾസ് എങ്ങോട്ടാണെന്ന് നോക്കിയിട്ടായിരിക്കും എനിക്കൊന്നൊരു 5 വർഷം കഴിയുമ്പോൾ 31 സർക്കാർ ഒരു പ്രഖ്യാപനത്തിലേക്ക് നീങ്ങുക. അത് വോട്ടായി മാറുമെന്നാണെങ്കിൽ ഉറപ്പായിട്ടും അത് വരും. ഇനിയല്ല തിരിച്ചടിയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ കൊണ്ടിട്ട് അടുത്ത സർക്കാരിൻ്റെ പ്രഷറിലേക്ക് കൊണ്ടുപോകാനായിരിക്കും നോക്കുക. എന്തായാലും ഇപ്പോൾ ഈ ചർച്ചകൾ ഇനിയിപ്പം ഈ വരുന്ന 5 വർഷത്തേക്ക് അല്ലെങ്കിൽ വരുന്നൊരു കാലയളവിലേക്ക് കേരള രാഷ്ട്രീയത്തിൽ പ്രധാന ചർച്ചയാവുന്നത് ജില്ലാ വിഭജനം തന്നെയായിരിക്കും. ഈ ജില്ലാ വിഭജനത്തിന് വേണ്ടിയിട്ടുള്ള ആവശ്യം പ്രധാനമായിട്ട് ഏറ്റവും അധികം ഉന്നയിക്കപ്പെടുന്നത് മലപ്പുറം ജില്ലയിൽ നിന്ന് തന്നെയാണ്. അതെ, പിന്നീട് അത് ഏറ്റവും ശക്തമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉന്നയിക്കുന്നതും മലപ്പുറം ജില്ലയാണ്.
അപ്പോൾ ഇതിൽ തുടക്കത്തിൽ SDPI ആണ് കാര്യമായിട്ട് അതായത് അടുത്ത കാലത്ത് ഏറ്റവും തീവ്രമായിട്ട് ഈ കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും, ജമാഅത്തെ ഇസ്ലാമി കൂടി. അപ്പോൾ ഈ ഒരു ആവശ്യം ഉന്നയിക്കുന്ന സമയത്ത് ഇതിനെ മാത്രമായിട്ട് പരിഗണിക്കുക എന്ന് പറയുമ്പോൾ അതിൽ ചെറിയൊരു രാഷ്ട്രീയ അപകടം കിടക്കും. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടുള്ള മറ്റുള്ള ആവശ്യങ്ങൾ കൂടി പരിഗണിക്കപ്പെടുന്നത്, പോണ്ടി വരുന്നത്. അപ്പോൾ മൂവാറ്റുപുഴയുടെയും നെയ്യാറ്റിൻകരയുടെയും അതുപോലെ ഇതിൻ്റെ മലപ്പുറം ജില്ലയുടെയും ആവശ്യം ശ്രദ്ധിച്ചു നോക്കിയാൽ അതൊരു ആവശ്യകത തന്നെയാണെന്ന് കാണാം. കാരണം മലപ്പുറം ജില്ലാ ആസ്ഥാനത്തിൻ്റെ അപ്പുറത്തേക്ക് നോക്കുമ്പോൾ അത് വേറെ ഏതോ ഒരു സംസ്ഥാനം പോലെയാണ് മലപ്പുറത്തുള്ളവർക്ക് തോന്നുന്നത്. കാരണം ഈ തീരദേശ പ്രദേശം പരപ്പനങ്ങാടി, തവനൂർ, താനൂർ, എറണാകുളം, തിരൂര്, എടപ്പാള് അങ്ങനെയുള്ള സ്ഥലങ്ങൾ, ആ തീരദേശ മേഖലകളിൽ താമസിക്കുന്നവരെ സംബന്ധിച്ച് നിലമ്പൂര്, കരളായി, കരുവാരക്കുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ഏതോ ഒരു പ്രദേശമാണ്, ഒരു കണക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടുമില്ല. അപ്പോൾ ഇതൊരു പ്രശ്നം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഈ പറഞ്ഞ എറണാകുളത്തിന്റെ ഇടുക്കിയുടെയും ഈ കർഷക ജില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു രൂപീകരണം വേണമെന്നാണ് പറഞ്ഞത്. കാരണം അവിടെ കാർഷിക മേഖലയാണ്, അവർക്ക് ഈ എറണാകുളത്തിന്റെ നഗരമേഖല കിട്ടുന്നില്ല. എന്നാൽ എറണാകുളത്തായിരിക്കുന്നതുകൊണ്ട് വികസനം മുഴുവൻ ഈ കൊച്ചി മേഖലയായിട്ട് കേന്ദ്രീകരിച്ച് പോവുകയും ചെയ്യും. ഇടുക്കിയുടെ ആ മേഖലകളിലും ഇതേ അങ്ങോട്ട് പോകുന്നു. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന നെയ്യാറ്റിൻകര, അപ്പോൾ കാട്ടാക്കട എന്നൊക്കെ പറഞ്ഞ ഭാഗങ്ങൾ പറഞ്ഞ് കുറച്ച് അങ്ങോട്ട് പോയി കുറെയൊക്കെ അതായത് തമിഴ്നാടിന്റെ ഭാഗം പോലെ കിടക്കുന്ന അവസ്ഥപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് മൂന്നും ഏതാണ്ട് ഒരേപോലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന പ്രദേശങ്ങളാണ്. പക്ഷേ മലപ്പുറം ജില്ലയുടെ കാര്യം വരുമ്പോൾ വേറൊരു ചില എലമെന്റുകൾ കൂടി ഇതിൽ ചർച്ചയാവുന്നുണ്ട്. അത് ദേശീയ തലത്തിൽ ചർച്ചയാവുന്നുണ്ട്. പല സംഘടനകളുടെയും ദേശീയ തലത്തിലുള്ള പല സംഘടനകളുടെയും വെബ്സൈറ്റിൽ ഈ പ്രശ്നം കാര്യമായിട്ട് ചർച്ച ചെയ്യുന്ന ആർട്ടിക്കിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വർഗീയ പ്രശ്നമാക്കിയിട്ട് മാറ്റാനുള്ള ശ്രമം കാര്യമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധയോടെ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇതിലിപ്പോൾ ഇനി വരുമ്പോൾ അടുത്തൊരു ഘട്ടം നമ്മൾ ഇന്നലെ വെള്ളാപ്പള്ളിയുടെ ഒരു പരാമർശം മറ്റേ എഡിറ്റോറിയൽ സംസാരിച്ചിരുന്നു. അതിൽ പറഞ്ഞത് ലീഗിന് അധികാരം ലഭിച്ചാൽ, UDF അധികാരം ലഭിച്ചാൽ ലീഗ് ഹൈജാക്ക് ചെയ്യുമ്പോഴാണ്. ഇതിനിപ്പോൾ അടുത്ത് വരാൻ പോകുന്ന നരേഷൻ ഈ ലെവലിലേക്ക് തന്നെ ആയിരിക്കും. കാരണം ലീഗ് ഹൈജാക്ക് ചെയ്തു, ലീഗിന്റെ ആവശ്യത്തിന് സതീശൻ വഴങ്ങി മലപ്പുറത്ത് ഒരു ജില്ല കൊടുക്കുന്നു സാധനം വരും. പക്ഷെ അതിൽ പറഞ്ഞ മുസ്ലിം കേന്ദ്രിത ജില്ലകൾ, അതെ, അതിന്റെ എണ്ണം അതാണ് അതിൽ വരുന്ന ഒരു വാദം. എണ്ണം കൂടാൻ വേണ്ടി പറയാം, മുസ്ലിം ജില്ലയുടെ എണ്ണം കൂടെ. പക്ഷെ മലപ്പുറം എന്നത് മുസ്ലിം ജില്ലയാണ്, നമുക്ക് അങ്ങനെ ഒരു ജില്ല പറയാൻ വേണ്ടി പറ്റില്ല. സംസ്ഥാനമില്ല, ജില്ലയില്ല, അങ്ങനത്തെ ഒരു പ്രദേശവും ഇല്ല. പക്ഷെ ഈ പറഞ്ഞു വരുന്ന ലെവലിലേക്ക് അങ്ങനെ കൊണ്ടുപോകുന്നത് ഒരു വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. ഈ പറയുമ്പം ഇപ്പം അതിൽ വേറെ ഇത് വരുമ്പോൾ ഇപ്പം ഈ പറഞ്ഞ തീരദേശ ജനതയുടെ കാര്യം പറഞ്ഞു, ആ ഒരു പ്രദേശങ്ങൾ വരുന്നത് അവിടെ ഒരു ജില്ലയുടെ ആവശ്യം ഉണ്ടോ ചോദിച്ചാൽ ആർക്കും പറയാൻ വേണ്ടി പറ്റുമുണ്ടെന്ന്. ഈ രാഷ്ട്രീയ പാർട്ടികളെ എനിക്കൊന്ന് ബലറാമിനെ പോലുള്ള നേതാക്കൾ പറയുന്നത് അവർ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുമ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ഈ പറഞ്ഞത് ഒറ്റ വാക്കിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് അവരും അല്ല ഇവരും അല്ല, അവരെയും കിട്ടുന്നില്ല ഇവരെയും കിട്ടുന്നില്ല ഒരു പ്രശ്നം. അത് അവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഈ VD സതീശൻ ഉൾപ്പെടെ അല്ലെങ്കിൽ CPM-ന്റെയും CPI-യുടെയും അല്ലെങ്കിൽ BJP-യുടെയും എല്ലാവരുടെയും നേതാക്കൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഈ പ്രദേശങ്ങളിലേക്ക് അത് എത്തുന്നില്ല, അല്ലെങ്കിൽ എത്തണമെങ്കിൽ ഇവിടെ ഒരു കേന്ദ്രീകൃതം വേണം, ഒരു ഭരണകൂടം ആവശ്യമുണ്ട്, വികേന്ദ്രീകരണം നടക്കേണ്ട ആവശ്യമുണ്ടെന്ന് അറിയാം. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ബലറാം അതാണ് കുറച്ചുകൂടി കടന്നിട്ട് കോഴിക്കോടിന്റെയും കണ്ണൂരിന്റെയും ഇടയ്ക്കുള്ള ജില്ല. അതിപ്പോൾ നമുക്ക് ഒറ്റോടത്തിൽ വേണോ എന്നത് ഈ തിരൂരിന്റെയും മറ്റേ മൂവാറ്റുപുഴയും പറഞ്ഞാൽ അവിടെ ഒരു ജില്ല വേണം. അങ്ങനെ വന്നാൽ ഒരു വടകര ജില്ലയും മാറുമോ, തലശ്ശേരിയുടെ ഭാഗങ്ങൾ വടകരയുടെ ഭാഗമായിട്ട് വരുമ്പോൾ വടകര ജില്ല വരുമോ എന്നൊക്കെ കേൾക്കുമ്പോൾ അതിന്റെ ആവശ്യമുണ്ടോ നമുക്ക് ചോദിക്കേണ്ടി വരും. പക്ഷേ ഇവർ പ്രവർത്തനമായിട്ട് വരുന്ന സമയത്ത് പറയുമ്പോൾ മനസ്സിലാക്കുമ്പം അവർക്ക് അതിന്റെ ഒരു അവിടത്തേക്ക് എത്തുന്നില്ല. കോഴിക്കോടിന്റെ ഓർമ്മ കോഴിക്കോട് ഇപ്പുറത്തേക്ക് വന്നു, തേഞ്ഞിപ്പാലമൊക്കെ കോഴിക്കോടിന്റെ ഇതായിട്ടാണ് നമ്മൾ കാണുന്നത്, മലപ്പുറം ജില്ലയാണ് വരുന്നത്. അത് ഒരു കാണുന്നതിന്റെ പ്രശ്നമാണ്. ഇപ്പുറത്തേക്ക് വരുമ്പോൾ കൊയിലാണ്ടിയൊക്കെ തകർത്തിന്റെ തന്നെ വന്നു കിട്ടി. നാദാപുരത്തേക്കും ഇങ്ങോട്ട് വരുമ്പോൾ കുറ്റ്യാടിയിൽ എത്തുമ്പോഴേക്കും വടകരയുടെ ഒരു ആനുകൂല്യം, അത് വടകരയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോയി. ഈ കുറ്റ്യാടി, തൊട്ടിൽപ്പാലം അല്ലെങ്കിൽ നാദാപുരം ഈ ഏരിയയൊക്കെ അത് കോഴിക്കോടിന്റെ ഭാഗമാണ്. പക്ഷെ കോഴിക്കോടിന് എത്ര ദൂരമാണെന്നുള്ള നമ്മൾ ദൂരത്തിന്റെ മാത്രമല്ല അത് എത്തുന്നതിന് നമുക്കറിയാം. ഒരു ഉൾനാടൻ പ്രദേശമായിട്ട് എടുക്കും, വയനാട്ടിന്റെ ഒരു ചെരിവായിട്ട് വന്നു, കണ്ണൂരിന്റെ തലശ്ശേരിയുടെ ഒരു ഭാഗമായിട്ട് വന്നു, പാനൂർ ആ സൈഡിലേക്ക് വരുമ്പോൾ അങ്ങനെ അതുമായിട്ട് വന്നു. അപ്പോൾ ആ ഒരു പ്രദേശത്തിന് ഒരു കേന്ദ്രീകരണം, ഒരു വടകരയിലേക്ക് ഒരു കേന്ദ്രം വന്നാൽ അല്ലെങ്കിൽ തലശ്ശേരിയിലേക്ക് ഒരു കേന്ദ്രം വന്നാൽ അതിന് ഗുണം കിട്ടുമെന്ന് പറയാം. പക്ഷേ കണ്ണൂരിൽ വെച്ച് നോക്കുമ്പോൾ തലശ്ശേരി കണ്ണൂരിലും വലിയ പ്രശ്നമില്ല. അവിടെ അപ്പുറം അകറ്റത് പയ്യന്നൂരാണ് വരുന്നത്, പ്രശ്നം വരുന്നില്ല. മലയോരത്തേക്കും പ്രത്യേക ഒരു ജില്ല അതിൻ്റെ ആവശ്യം വരുന്നില്ല പറയാം. പക്ഷേ ഇവർ പറയുമ്പോൾ ചില പ്രദേശങ്ങൾ വരുമ്പോൾ ഇങ്ങനെ ഒരു പ്രദേശം വന്നാൽ ഭരണകൂടം ഇവിടെ കേന്ദ്രീകരിച്ച് വന്നാൽ അതിന് മെച്ചം കിട്ടും, അതിന് വേണ്ടിയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഈ തലശ്ശേരിയൊക്കെ നമ്മൾ വെച്ച് നോക്കുന്ന സമയത്ത് നേരെ ഈ തിരൂരേക്ക് വരുമ്പം അത് ആവശ്യമാണ്. തേഞ്ഞിപ്പാലം ഈ പറഞ്ഞ പോലെ ആ ഒരു ഭാഗം വരുമ്പോൾ തീരദേശത്തിന് വെച്ചു കൊടുത്താൽ അത് വേണ്ടതാണ്, ചെയ്യേണ്ടതാണ്. അത് പക്ഷേ നടപ്പിലാക്കാനുള്ള ഒരു പ്രായോഗികതയും അല്ലെങ്കിൽ അതിനൊരു ധീരമായി നീക്കി തന്നെ പറയേണ്ടി വരും. അതിനൊക്കെ ഒരു ചൂട് വച്ചു കഴിഞ്ഞു. പക്ഷേ ആ ചൂട് വെക്കാൻ എളുപ്പമാണ്. ഈ പറഞ്ഞ ആവശ്യത്തിന് പഠിക്കാൻ കമ്മീഷൻ വെക്കുന്നു. ഇനിയാണ് ഇതിന്റെ രാഷ്ട്രീയ ചൂടറിയാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ തന്നെ പറഞ്ഞ പോലെ തന്നെ അതിന്റെ ഒരു വർഗീയ നെഗറ്റീവിലേക്ക് വരുമ്പം
സതീശനെ കൈ പൊള്ളുന്നു തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പം ഒരുപക്ഷെ ആവശ്യത്തെ പഠിച്ചിട്ട് ഇപ്പം തൽക്കാലം ആവശ്യമില്ലാതെ വേണമെങ്കിൽ വലിക്കാൻ വേണ്ടി പറ്റും, അതല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. ഇനിയാണ് സർക്കാരിൻ്റെ ഇച്ഛാശക്തി നിശ്ചയദാർഢ്യം അതെവിടെ വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി പോകുന്നത്. അതിന്റെ ബാലൻസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ നെയ്യാറ്റിൻകരയിലും മൂവാറ്റുപുഴയിലും ബാലൻസിങ് വേണ്ടി മാത്രമല്ല ഈ പറഞ്ഞ ആവശ്യമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ 3 ജില്ലകളല്ല, ഈ ബൽറാം പറഞ്ഞ പോലെ ബൽറാം എന്ന് പറഞ്ഞാൽ KPCയിലെ പ്രധാനപ്പെട്ട നേതാവാണ്, കോൺഗ്രസിന്റെ നേതാവാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറഞ്ഞാലും അത് അദ്ദേഹം ഉന്നയിക്കേണ്ട സ്ഥലത്ത് ഉന്നയിക്കുന്നുണ്ടാവും, വിഷയങ്ങൾ വരുന്നുണ്ടാവും. അപ്പം വീണ്ടും ജില്ലകൾ വരുമ്പോൾ ഇപ്പോൾ ഈ തൃശ്ശൂരും എറണാകുളത്തിലുള്ള ഭാഗം വരുന്നുണ്ടെങ്കിൽ കൊടുങ്ങല്ലൂർ സൈഡ് എങ്ങോട്ടാണ്, അത് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല, എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയില്ല. അങ്ങനെയാണോ വരുന്നത്, എങ്ങനെ അത് ഏതൊക്കെ രീതിയിൽ വരും, എത്ര ജില്ലയുടെ ആവശ്യങ്ങൾ വരും. മിനിമം ഒരു 4-5 ജില്ലകൾക്ക് ഇപ്പോൾ നമുക്ക് സ്കോപ്പ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും, തെറ്റു പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ അതിൽ ഈ 3ലേക്ക് ഒതുങ്ങുമ്പോൾ അതെങ്ങനെ കൊണ്ടുപോകും, അതിലേക്ക് എങ്ങനെ ഏതൊരു രീതിയിലേക്ക് സർക്കാർ മുന്നോട്ട് പോകുന്നത് നമ്മൾ കാത്തിരി തന്നെ കാണേണ്ടി വരും. ആവശ്യമില്ല എന്നുള്ള ആവശ്യമുണ്ടെന്നുള്ള യാതൊരു സംശയവുമില്ല. പക്ഷെ അത് എങ്ങനെ നടപ്പിലാക്കും, വരുന്ന ആ വിപത്തിനെ എങ്ങനെ നേരിടുന്നതാണ് അറിയേണ്ടത്. പിന്നെ അതൊരു രാഷ്ട്രീയ പരിപാടിയായിട്ട് വളർന്നു വരുന്നുണ്ട് കാര്യമായിട്ട്. കാര്യം എന്താ വെച്ചാൽ PV അൻവറിൻ്റെ ഒരു പ്രധാന പ്രചാരണമായതായിരുന്നു ഒരു ജില്ല, മലപ്പുറം ജില്ല വിഭജിക്കണം. അദ്ദേഹത്തിൻ്റെ ഒരു മാപ്പ് തന്നെ ഉണ്ട്. ആ മാപ്പ് അദ്ദേഹത്തിന് പ്രത്യേക താല്പര്യമുള്ള ഭാഗങ്ങളൊക്കെ കൂട്ടിച്ചേർത്തുള്ള ഒരു പ്രത്യേക മാപ്പ് അദ്ദേഹം ഉണ്ടാക്കി. ഇങ്ങനെ ഉള്ള ആവശ്യങ്ങൾ പല മേഖലകളിൽ ഉയർന്നു വരുന്നുണ്ട്. അതായത് ജില്ലാഭിമാന ആളുകൾക്കിടയിൽ ഇപ്പോൾ കുറച്ച് കൂടുതലാണ്. കൊല്ലം ജില്ലക്കാർ അല്ലെങ്കിൽ മലപ്പുറം ജില്ലക്കാരുടെ സ്നേഹം, ഇതൊക്കെ നമ്മൾ ദിവസം സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. അപ്പോൾ ഇതൊരു വോട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു സംഗതിയായിട്ടോ അല്ലെങ്കിൽ വോട്ട് ബാങ്ക് തന്നെ ആയിട്ടോ മാറുന്ന സാഹചര്യം കൂടി മലപ്പുറത്ത് ലീഗ് ഇതിനെ കാണുന്നുണ്ട്. അൻവറിന് കിട്ടിയ വോട്ടുകൾ നമ്മൾ കാണാം. അൻവറിന് ഇതുകൊണ്ട് കിട്ടിയെന്നല്ല പറയുന്നത്, പക്ഷെ സ്റ്റിൽ ഈ ഒരു എലമെന്റ് കൂടി അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ SDPI ഇത് വളരെ തീവ്രമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. അവർക്ക് അതിൻ്റെ ഒരു രാഷ്ട്രീയ ഗെയിന് കിട്ടാനുള്ള സാധ്യത അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 പ്രശ്നങ്ങളെയും നേരിടുക എന്ന ഒരു ഉദ്ദേശമാണ് യഥാർത്ഥത്തിൽ ലീഗിന് ഇപ്പോൾ അവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നത് തിരൂരങ്ങാടി കേന്ദ്രീകരിച്ചിട്ട്, അതായത് അവർക്ക് കുറെ കൂടെ വളരെ ശക്തിയുള്ള ഒരു കേന്ദ്രം, തീരദേശ മേഖലയിലെ ഏറ്റവും ശക്തിയുള്ള കേന്ദ്രങ്ങളൊക്കെ വെച്ചിട്ട് അവിടെ തിരൂരങ്ങാടി താലൂക്ക്, പിന്നെ കൊണ്ടോട്ടി താലൂക്ക്, പിന്നെ പൊന്നാനി, അങ്ങനെ 4 താലൂക്ക്, തിരൂർ, ഇങ്ങനെ 4 താലൂക്കുകൾ വെച്ചിട്ടാണ് ഇപ്പോൾ അവരൊരു ജില്ല ഇത് പറയുന്നത്. അപ്പോൾ അതിൽ തിരൂരങ്ങാടിയിൽ വെക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ തിരൂരാണ് സബ് കളക്ടർ ഓഫീസ് ഉള്ളത്. അപ്പോൾ അവിടെ കേന്ദ്രീകരിച്ചാൽ ബാക്കി പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കേണ്ട ആവശ്യകത കുറയും എന്നുള്ള ഇതും വരുന്നുണ്ട്. എന്തായാലും ഇതൊരു പൊളിറ്റിക്കൽ എന്താ പറയുക, ഒരു ഇതുണ്ടാക്കാനുള്ള ഒരു അവസ്ഥ, സ്ഥിതി വിശേഷം മലപ്പുറം ജില്ലയിൽ സവിശേഷമായിട്ടുണ്ട്. നെയ്യാറ്റിൻകരയിലും അതുപോലെ ഇവിടെ ഒന്നും അത് അത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയാൻ വയ്യ. പക്ഷെ അവിടെയൊക്കെ ഉള്ളത് അവിടെയുള്ള ജനങ്ങളുടെ ജെന്യൂനായുള്ള ആവശ്യമാണ്. അതിൽ രാഷ്ട്രീയം അത്ര കണ്ട് കലർന്നിട്ടില്ല. പക്ഷെ കലരുന്നു എന്നുള്ളതാണ് പ്രശ്നം. നെയ്യാറ്റിൻകരയിൽ ഇനി അത് കലരില്ല എന്നും പറയാൻ പറ്റില്ല. കാരണം BJPയും ഒക്കെ അങ്ങനെ സ്ട്രോങ് ആയി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പല സാഹചര്യങ്ങളുണ്ടല്ലോ നമ്മൾ മുൻകൂട്ടി കാണേണ്ടി വരും. പക്ഷെ അവിടെയും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നേക്കാം.